ഹായ് സ്റ്റുഡൻസ്, ഹാപ്പി GST ഡേ ടു ഓൾ. ഓക്കെ, അപ്പോൾ ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ്. ഈ ഒരു ദിവസമാണ് നമ്മളുടെ GSTയുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2017 ജൂലൈ 1-ാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് GST ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റെഗുലർ ക്ലാസ് ഉദ്ദേശിക്കുന്നത് CA, CMA, CS പോലുള്ള പ്രൊഫഷണൽ കോഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഉദ്ദേശിക്കുന്നത്. സോ ഒരു എക്സാം ഓറിയൻറ്റഡിനേക്കാളും ഒരുപരി നിങ്ങൾ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ കോൺസെപ്റ്റുകളും കൂടുതൽ ബിഹൈൻഡ് ദ പ്രൊവിഷൻസ്, എന്തുകൊണ്ടാണ് ഓരോ പ്രൊവിഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഈവൻ GST തന്നെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ ഇറ്റ് വിൽ ബി എ റെഗുലർ ക്ലാസ് ആയിരിക്കും. നമുക്ക് ഓക്കെ, ഡീറ്റെയിൽഡ് ആയിരിക്കും കോൺസെപ്റ്റുകളൊക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ നമ്മുടെ സബ്ജക്റ്റിലോട്ട് പോകാം. ആദ്യമായി തന്നെ നമ്മൾ GSTയുടെ ബേസിക്സ് പറയുമ്പോൾ എന്തുകൊണ്ട് GST എന്നുള്ളത് അറിയണം. എന്തിനാണ് നമ്മുടെ രാജ്യത്ത്, എന്താണ് GST, എന്തുകൊണ്ടാണ് GST എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് GST ഒരു പുതിയ 2017 വന്നൊരു ടാക്സ് തന്നെയാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് GST ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് 2017 ഒരു വലിയൊരു ടാക്സ് റിഫോംസ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് GST ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവന്നതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നമ്മളുടെ സിലബസിലോട്ട് പോവാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളിലൊന്ന് നമ്മുടെ സിലബസിൽ ഒരു ഇപ്പോൾ GST ആക്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാം, സെക്ഷൻസും കാര്യങ്ങളും നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ഓർഡർലി ആയിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് നമ്മുടെ സിലബസിലോട്ട് പോകുന്നില്ല. പകരം GST എന്തുകൊണ്ട് വന്നെന്നുള്ളതും ബിഹൈൻഡ് GST വരുന്നതിനേക്കാൾ മുമ്പത്തെ സിറ്റുവേഷൻസ് എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് GST വരാനുള്ള കാരണം, അതുപോലെ അതിൻ്റെ ഹിസ്റ്റോറിക്കലി എന്തൊക്കെയാണ് അതിൽ നടന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് GST വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് GST എന്നൊന്ന് ആലോചിക്കുക. എന്താണ് GST? നമ്മൾ കേട്ടാൽ GST ഈസ് എ ടാക്സ് എന്നൊക്കെ പോലെ അല്ലേ. അപ്പോൾ ആക്ച്വലി GST ഈസ് നോട്ട് എ ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സേഷൻ സിസ്റ്റം. ഓക്കെ, സോ GST എന്തല്ല, ഒരു ടാക്സ് അല്ല, ഒരു ടാക്സേഷൻ സിസ്റ്റമാണ്. ഓക്കെ, സോ ബിക്കോസ് GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസെപ്ഷൻ ടാക്സ് ആണ്. അപ്പോൾ 1954 ഫ്രാൻസിലാണ് ആക്ച്വലി വാറ്റ്. ഓക്കെ, ആക്ച്വലി GST ഈസ് ഈക്വൽ ടു വാറ്റ് ആണ്. അപ്പോൾ ദ ഫസ്റ്റ് കൺട്രി വാറ്റ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. 1954. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവെ പഠിക്കുമ്പോൾ ഏത് രാജ്യത്താണ് GST തുടങ്ങിയെന്ന് ചോദിച്ചാലും അതാര് തന്നെയാണ്? ഫ്രാൻസ് തന്നെയാണ്. അപ്പോൾ പൊതുവെ സ്വാഭാവികമായിട്ടും പറയും അങ്ങനെയാണെങ്കിൽ വാറ്റ് തുടങ്ങിയ രാജ്യം ഫ്രാൻസ് ആണ്, അപ്പോൾ അവർ തന്നെയാണ് GST. അതെ, കാരണം ബിക്കോസ് GST തന്നെയാണ് വാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മൾക്ക് പണ്ട് വാറ്റ് ഉണ്ടായിട്ട് അത് ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ അത് മാറ്റിയിട്ടല്ലേ പുതിയ GST സിസ്റ്റം വന്നെന്നൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കും. അപ്പോൾ അത് പുതിയതല്ലേ, അപ്പോൾ വാറ്റ് ഒരിക്കലും GSTക്ക് തുല്യമാവില്ലല്ലോ എന്നൊക്കെ സ്വാഭാവിക ഡൗട്ട് വരും അല്ലേ. നമുക്ക് പ്രൂവ് ചെയ്യാം എന്താണ് GST തന്നെയാണ് അല്ലെങ്കിൽ വാറ്റ് തന്നെയാണ് GST, രണ്ടും സെയിം ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത സിലബസിലോട്ട് പോകുന്നതോറൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാം. അതിന് തന്നെ നമുക്ക് എന്തുകൊണ്ടെന്നുള്ള അല്ലേ ഞാൻ പറഞ്ഞത് ഓർക്കുന്ന GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസെപ്ഷൻ ടാക്സ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ടാക്സേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്ക് ഏർലിയർ വാറ്റും നമുക്കൊരു ടാക്സേഷൻ സിസ്റ്റം തന്നെയായിരുന്നു. ഓക്കെ, അത് കുറച്ച് പ്രൊസീജിയേഴ്സും ഒരു ടാക്സ് അല്ല, ടാക്സ് വേറെ, ടാക്സേഷൻ സിസ്റ്റം ആണ് എന്ന് പറഞ്ഞത് GST എന്ന് പറയുന്നത്. ഡെസ്റ്റിനേഷൻ ബേസ്ഡും കൂടിയാണ്. എന്തുകൊണ്ട് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്ന് പറയുന്നു? കാരണം അത് ഏതാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള, ഓക്കെ, ഒറിജിൻ സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ 1956 നമ്മുടെ രാജ്യത്ത് സ്റ്റാർട്ട് ചെയ്തൊരു ടാക്സ് ആയിരുന്നു CST എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, സെൻട്രൽ സെയിൽസ് ടാക്സ്. 1956-57 കാലഘട്ടത്തിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ടാക്സേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സെയിൽസ് ടാക്സ് തന്നെയായിരുന്നു. ഓക്കെ, ഒരു സാധനങ്ങൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിൽ മറ്റൊരു സ്റ്റേറ്റിലോട്ട് ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ്, പേരിൽ തന്നെ ഉണ്ട് സെൻട്രൽ സെയിൽസ് ടാക്സ് അല്ലേ, പക്ഷെ അത് ലെവി ചെയ്തിരുന്നത് അഥവാ ചുമത്തിയിരുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അത് കളക്ട് ചെയ്തിരുന്നത് സ്റ്റേറ്റുകളാണ്. ഓക്കെ, ഏത് സ്റ്റേറ്റ് ആണോ ഇപ്പൊ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് എക്സാമ്പിളും അങ്ങനെ തന്നെ ആക്കാം. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ തമിഴ്നാടാണ് ഒറിജിനേറ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ,
സോ ഏതാണ് റിസീവിങ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കേരളമാണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ CST ഉള്ളൊരു സമയത്ത് നമ്മൾ ഏത് രാജ്യത്തു നിന്നാണോ ആ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റിനായിരുന്നു എന്ത് കിട്ടിയിരുന്നത്, ടാക്സ് കിട്ടിയിരുന്നത്. ആക്ച്വലി CST സെൻട്രൽ സെയിൽസ് ടാക്സ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണ് ലെവി ചെയ്തിരുന്നെങ്കിലും ഏത് സ്റ്റേറ്റിനായിരുന്നു ആ ടാക്സ് കളക്ഷൻ കിട്ടിയിരുന്നത്, ഒറിജിനേറ്റിംഗ് സ്റ്റേറ്റിനായിരുന്നു. ഓക്കെ. അപ്പോൾ ലോകത്ത് വാറ്റ് സ്റ്റാർട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ CST ഒക്കെ നമ്മുടെ രാജ്യത്തും വന്നിട്ടുണ്ട്. 1954 ശേഷം 1956 തന്നെ നമ്മുടെ രാജ്യത്തും ഈ ഒരു CST സെൻട്രൽ സെയിൽസ് ടാക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ സെൻട്രൽ സെയിൽസ് ടാക്സും പോരായ്മകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ സെൻട്രൽ സെയിൽസ് ടാക്സിന് ആർക്കും ക്രെഡിറ്റ് കിട്ടിയിരുന്നില്ല. ഓക്കെ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ക്രെഡിറ്റ് എന്നൊക്കെ തോന്നും അല്ലെ, ഇതുവരെ GST കേൾക്കാത്തവർക്ക്. അപ്പോൾ ആദ്യം എന്തിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരും, ക്രെഡിറ്റിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിലോട്ട് നമ്മൾ പോകുന്നുണ്ട്, ക്രെഡിറ്റ് സിസ്റ്റം എന്താണെന്നും. ഓക്കെ. സോ എന്താണ് ക്രെഡിറ്റ് എന്ന്, അപ്പോൾ ചില ടേംസുകളാണ്. സോ നമ്മളിപ്പോൾ പഠിക്കേണ്ടത്, നമ്മൾ ആദ്യമായി തന്നെ നമ്മൾ ഒരാൾ നോർമലി ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യും, എന്ത് ചെയ്യും, സെയിൽ ചെയ്യും അല്ലെ. ഒരു ട്രേഡർ ആണെങ്കിൽ പർച്ചേസ് ചെയ്യും, സെയിൽ ചെയ്യും. ഒരു മാനുഫാക്ചറർ ആണെങ്കിലോ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കും, അതുപയോഗിച്ച് നമ്മൾ ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതും നമ്മൾ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട്, സർവീസ് പ്രൊവൈഡർക്കും അദ്ദേഹത്തിൻ്റെ സർവീസ് പ്രൊവൈഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരാം, മറ്റ് പല സർവീസുകളും വാങ്ങിക്കേണ്ടി വരാം. അപ്പോൾ നോർമലി നമ്മളുടെ കയ്യിലോട്ട് വരുന്ന കാര്യങ്ങൾ, നമ്മളുടെ പർച്ചേസ് ആയിട്ടുള്ള നമ്മളുടെ എക്സ്പെൻസുകൾ, നമ്മുടെ ഇൻപുട്ടുകളെന്നും നമ്മളുടെ സെയിൽസുകൾ നമ്മൾ പൊതുവെ നമ്മൾ എന്ത് വിളിക്കുക, ഔട്ട്പുട്ട് എന്നാണ് വിളിക്കുക. ഈ വാല്യൂ ആഡഡ് ടാക്സിലാണെങ്കിലും അല്ലെങ്കിൽ GSTയിലൊക്കെ ആണെങ്കിലും പൊതുവെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് എന്താണ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ മുകളിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സ്, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് പ്രൊവൈഡിങ്, അതിൻ്റെ മുകളിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ആ ഒരു ഔട്ട്പുട്ട് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഈ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. സോ നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ സെയിൽസ് അല്ലേ. നോർമലി നമ്മൾ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ എന്തായിരിക്കും, സെയിൽസ് ആയിരിക്കും. ഓക്കെ. സോ മിസ്റ്റർ എയുടെ സെയിൽസ് ആയിരിക്കും മിസ്റ്റർ ബി എയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബിയുടെ പർച്ചേസ് മിസ്റ്റർ എയുടെ എന്തായിരിക്കും, സെയിൽസ് ആയിരിക്കും അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ മിസ്റ്റർ എ എന്ത് ചെയ്യാണ്, സെല് ചെയ്യാണ്, മിസ്റ്റർ ബി എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാണ്. ഇനി മിസ്റ്റർ ബി എന്നിട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ ബിക്ക് ഔട്ട്പുട്ട് ടാക്സ് അടക്കാനുണ്ടായിരിക്കും അല്ലെ. ഈ ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കുന്ന സമയത്ത് മിസ്റ്റർ ബിക്ക് എന്ത് ചെയ്യാം, എയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് അങ്ങോട്ട് അടച്ച ടാക്സ് എന്തായിട്ട് എടുക്കാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഏതൊരു ടാക്സ് പെയർ, നമ്മൾ ഇൻകം ടാക്സിലൊക്കെ അസസി എന്ന് പഠിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഇൻഡയറക്ട് ടാക്സിൽ നമ്മൾ GST പോലെ ഇൻഡയറക്ട് ടാക്സിൽ നമ്മൾ പഠിക്കുന്ന ടാക്സ് പെയർ എന്നുള്ളത്. ഓക്കെ. ടാക്സബിൾ പേഴ്സൺ. ഓക്കെ. അസസി എന്ന് പറയുന്ന പോലെ നമ്മൾ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ടാക്സബിൾ പേഴ്സൺ പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ടുമായി അടക്കാനുള്ള ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടല്ലോ, ഗവൺമെന്റിലോട്ട് പേയ്മെന്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചുള്ള ഇൻപുട്ടുമിലുള്ള ടാക്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൂപ്പൺ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് നമുക്കൊരു 10 രൂപ അടക്കാനുണ്ടെന്ന് വിചാരിക്കുക. ഇൻപുട്ട് ടാക്സ് നമുക്കൊരു 6 രൂപ ഉണ്ടെങ്കിൽ 10ൽ നിന്ന് 6 രൂപ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഥവാ മൈനസ് ചെയ്തിട്ട് ബാലൻസും 4 റുപ്പീസ് മാത്രം ഗവൺമെന്റിലോട്ട് അടച്ചാൽ മതി. അതാണ് നമ്മളുടെ ക്രെഡിറ്റ് സിസ്റ്റം പറയുന്നത്. ബേസിക്കലി നമ്മൾ ക്രെഡിറ്റിലോട്ടൊന്നും പോയിട്ടില്ല. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്രെഡിറ്റിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് ക്രെഡിറ്റ്. ലൈക്ക് ക്യാഷ് ബാക്ക് പോലെ തന്നെ, ഒരു കൂപ്പൺ പോലെ. ഓക്കെ. സോ നമുക്കൊരു കൂപ്പൺ കിട്ടുന്ന പോലെ 10 രൂപ അടയ്ക്കുന്ന സമയത്ത് നമ്മളതിലൊരു 6 രൂപയുടെ കൂപ്പൺ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയിട്ട്, ഇപ്പോൾ നമ്മൾ മാക്സിലോ റിലയൻസിലൊക്കെ പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മളതിൽ മാക്സിൻ്റെ ഒരു കൂപ്പൺ ഉണ്ടെങ്കിൽ നമ്മളൊരു 1000 രൂപയുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിലൊരു 600 രൂപയുടെ കൂപ്പൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, 1000 രൂപ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, അവർക്കൊരു 600ൻ്റെ കൂപ്പൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാലൻസ് ക്യാഷ് ആയിട്ട് നമ്മൾ 400 രൂപയല്ലേ കൊടുക്കുള്ളൂ. സിമ്പിൾ. അതേപോലെ തന്നെയുള്ളതാണ് നമ്മളുടെ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ സബ്ജക്റ്റ് ടു കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് വരുന്നത്. സോ ക്രെഡിറ്റിലൂടെ നമുക്ക് സെപ്പറേറ്റ് ഒരു നമ്മുടെ GST നട്ടെല്ല് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് GSTയുടെ എന്താ പറയുക, ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് GST ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു പ്രൊവിഷൻസ് പഠിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് തന്നെ എന്താണ് ക്രെഡിറ്റ് എന്നും എന്താണ് അതിൻ്റെ ഗവൺമെൻറ് എന്ത് ലോജിക്കിലാണ് ആ ക്രെഡിറ്റ് സിസ്റ്റം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും നമ്മൾ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. എന്നാലേ നമ്മൾ GSTയിലോട്ട് നമ്മൾ പോകാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരിട്ട് നമ്മുടെ സിലബസിൽ ഇപ്പോൾ സെക്ഷൻ 7 എന്നൊക്കെ പൊതുവെ നിങ്ങൾ സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലോട്ടൊന്നും നമ്മൾ ആദ്യമേ പോകുന്നില്ല. പകരം എന്തുകൊണ്ട് GST സോ എങ്ങനെയാണ് അത് വന്നത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു GST ഈസ് നോട്ട് എ ടാക്സ് അല്ല, പകരം ഒരു ടാക്സേഷൻ സിസ്റ്റമാണ്, ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസെപ്ഷൻ ടാക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്ത് 1954 ഫ്രാൻസ് ആണ് എന്ത് ചെയ്തത് GST ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് അല്ലേ. ദെൻ അപ്പോൾ ഇതിലോട്ട് ഈ ഒരു ഇന്ത്യ, അപ്പോൾ എങ്ങനെ ഇന്ത്യ അന്ന് തൊട്ട് വാറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല. സോ അന്ന് 1956 നമുക്ക് വാറ്റ് പോലെ തന്നെ CST സെയിൽസ് ടാക്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ പിന്നീട് 1973 സോ പല കാര്യം നമ്മുടെ സിലബസിലോ ടെക്സ്റ്റ് ബുക്കിലോ ഒന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അറിവിലോട്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടുകളൊക്കെ എഴുതാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ നോട്ടുകൾ ഇവിടെ എഴുതുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൈയക്ഷരം കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ റണ്ണിങ് നോട്ട്സ് ആയിട്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, ഒരു അറിവിന് വേണ്ടിയിട്ട്. സോ ഇതൊന്നും എക്സാം ഓറിയന്റഡ് അല്ല, എക്സാമിന് ചോദിക്കുന്നില്ല. പക്ഷെ നമ്മുടെ സബ്ജക്റ്റിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ 1973 നമ്മൾ LKJ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി സെൻട്രൽ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സുകളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനും ഒരു റിഫോംസിന് വേണ്ടിയിട്ടായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന LKJ കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതായത് ശരിക്കും ഒരു ടാക്സ് റിഫോംസിന്റെ തുടക്കം എന്ന് പറയുന്നത് പലപ്പോഴും 2004 വിജയ് കേൽക്കർ കമ്മിറ്റി എന്നൊക്കെ നമ്മൾ കേൾക്കുമെങ്കിലും അതിന് മുമ്പേ തന്നെ 1973 ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, LKJ എന്നുള്ളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ LKJ കമ്മിറ്റിയാണ് ആക്ച്വലി നമുക്ക് നമ്മുടെ രാജ്യത്തൊരു ടാക്സ് റിഫോംസ് LKJ 1973 സോ അപ്പോൾ ആ ഒരു കമ്മിറ്റി ആയിരുന്നു നമ്മുടെ ടാക്സ് റിഫോംസിന് ഒരു ആവശ്യമുണ്ടെന്നുള്ളൊരു ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് വന്നത്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക്. ഒരിക്കലും GSTനെ അതിനായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല, കാരണം GSTയുടെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വന്നത് 2004 പക്ഷെ എന്നാലും ടാക്സ് റിഫോംസ് അത് 1973 LKJ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ രാജ്യത്തൊരു ടാക്സ് റിഫോംസിന്റെ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് വന്നത്. സബ്സിക്വന്റ്ലി ഇന്ത്യയിൽ മോഡ് വാറ്റ് എന്നൊക്കെ പണ്ട് മോഡ് വാറ്റ് 1986 തന്നെ ഇന്ത്യയിലെ സെൻട്രൽ ലെവലിൽ മോഡ് വാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. മോഡ് വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈഡ് വാല്യൂവേറ്റഡ് ടാക്സ് ആണ്. സോ മോഡ് വാറ്റ് നമ്മുടെ രാജ്യത്ത് 1986 തൊട്ട് തന്നെ എന്തെങ്കിലും മോഡ് വാറ്റ്. ആക്ച്വലി മോഡ് വാറ്റിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നോർമലി നമ്മുടെ രാജ്യത്ത് എക്സൈസ് ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്. മാനുഫാക്ചർ ചെയ്യുമ്പോൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സൈസ് ഡ്യൂട്ടി എന്ന് പലപ്പോഴും പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ എക്സൈസ് ആണ്. വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ഉള്ളൂ. നമ്മൾ സ്പെസിഫിക്കലി സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുമ്പോൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയാണ് 1986 മോഡ് വാറ്റ് വഴി നമ്മൾ ഇത് കൊണ്ടുവന്നത്. അതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറർ ടാക്സ്, ഒരു മാനുഫാക്ചർ എന്തെങ്കിലും ഒരു മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അദ്ദേഹം എക്സൈസ് ഡ്യൂട്ടി എന്ത് ചെയ്യണം, അടയ്ക്കണം. ആ സമയത്ത് അദ്ദേഹം മറ്റു ആൾക്കാരെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ടായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ നമ്മൾ എക്സൈസ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്രെഡിറ്റ് സിസ്റ്റം അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിനാണ് നമ്മൾ മോഡിഫൈഡ് വാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അത് സെൻട്രൽ ലെവലിലായിരുന്നു, മോഡ് വാറ്റ് സെൻട്രൽ ലെവലിലായിരുന്നു. ഇനി 2000 ഈ ഒരു മോഡ് വാറ്റ് റീപ്ലേസ് ചെയ്തിട്ട് 2000 അതൊരു സെൻവാറ്റ് ആയി മാറി. സോ മോഡ് വാറ്റ് മാറി സെൻവാറ്റ് ആയി. സെൻവാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ വാല്യൂവേറ്റഡ് ടാക്സ് ആണ്. സെൻട്രൽ വാല്യൂവേറ്റഡ് ടാക്സ്. അപ്പോൾ ഈ ഒരു അമെൻമെന്റിലൂടെ ഈ ഒരു ചേഞ്ചിലൂടെ 2000 എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സൈസ് ഡ്യൂട്ടിയുടെ ക്രെഡിറ്റ് മാത്രമല്ല, മാനുഫാക്ചേഴ്സ് ഏതെങ്കിലും സർവീസ് അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ സർവീസ് ടാക്സ് എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. ആ സമയത്ത് സർവീസ് ടാക്സ്, സർവീസുകൾക്ക് നമ്മൾ അവൈൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സർവീസിന് നമ്മൾ സർവീസ് ടാക്സ് കൊടുക്കണം. അതും സെൻട്രൽ ഗവൺമെന്റിലോട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു മാനുഫാക്ചറർ ആ ഒരു സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും സർവീസ് ടാക്സും കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ രണ്ട് സെൻട്രൽ ടാക്സുകൾക്ക് നമുക്ക് ക്രെഡിറ്റ് അവൈലബിൾ ആയിരുന്നു ത്രൂ ഏതിലൂടെ, നമ്മളുടെ സെൻവാറ്റ് സിസ്റ്റത്തിലൂടെ നമ്മൾ 2000 നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു സെൻട്രൽ ടാക്സിൽ അവിടെ 2 സെൻട്രൽ ടാക്സുകളാണ്. ഏതൊക്കെയാണ്, എക്സൈസ് ഡ്യൂട്ടിയും സർവീസ് ടാക്സും. ആ 2 സെൻട്രൽ ടാക്സുകൾക്കും ക്രെഡിറ്റ് ഉണ്ടായിരുന്നു 2000. പിന്നീട് പതിയെ അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് 1973 ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. 1986 മോഡ് വാറ്റ് നമ്മൾ ഉണ്ടായിരുന്നു. 2000 അത് സെൻവാറ്റ് ആയിട്ട് മാറി അല്ലേ. അപ്പോൾ അങ്ങനെ രാജ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2004 അടൽ ബിഹാരി വാജ്പേയി, നമ്മൾ മറ്റേ വാജ്പേയി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ 2004 NDA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് സോ വിജയ് കേൽക്കർ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വിജയ് കേൽക്കർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി 2004
2004 16th ജൂലൈയിൽ ഓക്കെ. സോ 2004 ജൂലൈ 16 നമ്മളിവിടെ ഏത് റെക്കമെൻഡ് ചെയ്യുന്നത്? നമ്മുടെ GST നമ്മുടെ രാജ്യത്തിന് വളരെ ഉപകാരപ്രദമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ടാക്സേഷൻ സിസ്റ്റമായിട്ട് എന്ത് കൊണ്ടുവരുന്നത്? GST കൊണ്ടുവരണം നമ്മൾ റെക്കമെൻഡ് ചെയ്തത് 2004 ജൂലൈ 16 എനിക്ക് 2004 ഓക്കെ. സോ 2004 ജൂലൈ 16 നമ്മൾ എന്ത് ചെയ്യുന്നത്? വിജയ് കേൽക്കർ ടാസ്ക് ഫോഴ്സ് ഓക്കെ, വിജയ് കേൽക്കർ കമ്മിറ്റി. അപ്പോൾ ഈ വിജയ് കേൽക്കർ കമ്മിറ്റി നമ്മൾ GST നമ്മുടെ രാജ്യത്തിന് വേണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്, ഞാൻ പറയാം അന്ന് NDA ഗവൺമെന്റ് ആണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി ലൈക്ക് നമ്മൾ പ്രധാനമായിട്ടും സെൻട്രൽ ലെവൽ നമുക്കറിയാം കോൺഗ്രസും BJP ആണ് അല്ലേ. സോ നമ്മളുടെ ആർട്ടിക്കിൾ 368 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 368 പ്രകാരം നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവരണമെങ്കിൽ 2/3 മെജോറിറ്റി നമുക്ക് വേണം. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ലോക്സഭ, രാജ്യസഭ, പിന്നെ പ്രസിഡന്റിന്റെ അസെന്റ്. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായതിനു ശേഷം പ്രസിഡന്റിന്റെയും കൂടെ അപ്രൂവൽ സമ്മതം കൂടെ ഉണ്ടെങ്കിലാണ് ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് നിയമമായിട്ട് വരുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പോൾ നമുക്ക് ഈവൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സാർ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് വരുത്തുന്നത്? കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 265 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 265 പറയുന്നുണ്ട് നോ ടാക്സ് ഷാൾ ബി ലെവിഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. നോ ടാക്സ് ഷാൾ ബി ലെവിഡ്. എന്ത് ചെയ്യാൻ പാടില്ല എന്ന്? ടാക്സ് എന്ത് ചെയ്യാൻ പാടില്ല? ലെവി ചെയ്യാനായിട്ട് പാടില്ല. എന്തില്ലാതെ? എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. സോ നിയമത്തിന്റെ അധികാരമില്ലാതെ ഒരു നിയമം പറയാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ടാക്സ് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ചുമത്താൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഭരണഘടനയാണ് നമ്മുടെ സുപ്രീം ലോ എന്ന് പറയുന്നത്. അപ്പൊ ഭരണഘടന പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. അപ്പൊ ആർട്ടിക്കിൾ 265 നോ ടാക്സ് ഷാൾ ബി ലെവിഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് GST നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് GST നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നിർബന്ധമാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്? ബിക്കോസ് GST എന്ന് പറയുന്ന ഒരു ടാക്സ് അല്ലെങ്കിൽ ഒരു ടാക്സേഷൻ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ ആർട്ടിക്കിൾ 246 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ആർട്ടിക്കിൾ 246 ഈ ആർട്ടിക്കിൾ 246ന്റെ കീഴിൽ 7th ഷെഡ്യൂൾ ഉണ്ട്. ഈ ആർട്ടിക്കിൾ 246 ആണ് നമ്മളുടെ ഒരു കോസി ഫെഡറൽ സ്ട്രക്ചറാണ് നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്ക് സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് ഒരു ഫെഡറൽ മുഴുവനായിട്ട് പറയാത്ത ഒരു കോസി ഫെഡറൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പകുതി എന്ന് പറയാൻ കാരണം നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടുതൽ പവറുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റും അത്ര അങ്ങോട്ട് സ്ട്രോങ് അല്ലാത്ത ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഭരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ. അതുകൊണ്ടാണ് അതിനെ കോസി ഫെഡറൽ എന്ന് പറയുന്നത്. സോ സെൻട്രൽ ഗവൺമെന്റ് സ്ട്രോങ് ആണ്, പല കാര്യങ്ങളും സ്റ്റേറ്റിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് പല പ്രൊവിഷൻസ് ഈവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഭരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അഗെയിൻസ്റ്റ് ആണെങ്കിൽ പ്രസിഡന്റിന്റെ കൂടി നമുക്ക് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ മാറ്റാനുള്ള ഒരു പവർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റും അത്ര അങ്ങോട്ട് സ്ട്രോങ് അല്ലാത്ത സ്റ്റേറ്റ് ഗവൺമെന്റുകളും അടങ്ങുന്ന ഒരു രാജ്യമാണ് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഒരു കോസി ഫെഡറൽ സ്ട്രക്ചറാണ്. അപ്പോൾ ആർട്ടിക്കിൾ 246ന്റെ ആർട്ടിക്കിൾ 246ന്റെ 7th ഷെഡ്യൂൾ ആർട്ടിക്കിൾ 246ന്റെ 7th ഷെഡ്യൂളിൽ ഈ നിയമം ആർക്കൊക്കെയാണ്? അതായത് സെൻട്രൽ ഗവൺമെന്റ് അഥവാ പാർലമെന്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അഥവാ സ്റ്റേറ്റ് അസംബ്ലി, നിയമസഭ എന്ന് പറയുന്ന അവര്. അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ അവകാശങ്ങൾ പവർ കൊടുത്തിട്ടുണ്ട് എന്ത് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള. അപ്പൊ ഈ 7th ഷെഡ്യൂളിന്റെ കീഴിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ലിസ്റ്റുകളാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്കി ടോപ്പിക്കുകൾ കവർ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. കുറച്ച് ബിഹൈൻഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 246ന്റെ 7th ഷെഡ്യൂളിൽ യൂണിയൻ ലിസ്റ്റും അഥവാ ലിസ്റ്റ് 1 എന്ന് പറയും. യൂണിയൻ ലിസ്റ്റ് മീൻസ് ഓൺലി സെൻട്രൽ ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള അഥവാ പാർലമെന്റിന് മാത്രം അധികാരമുള്ള ചില വിഷയങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയും. സ്റ്റേറ്റ് ലിസ്റ്റ് ദാറ്റ് ഈസ് ലിസ്റ്റ് 2 ആണത്. അതുപോലെ തന്നെ നമ്മളുടെ കൺകറന്റ് ലിസ്റ്റ്. സോ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ലിസ്റ്റ് 3.
അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 ലിസ്റ്റുകളാണ് ആർട്ടിക്കിൾ 246 അകത്ത് വരുന്ന യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൺലി സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിന് മാത്രമേ ഇതുള്ളൂ ഈ വിഷയങ്ങളുമായി ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എൻട്രീസ് എന്നാണ് നമ്മൾ പൊതുവെ പറയുക. ഈ എൻട്രീസ് ഓക്കെ, സോ ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻട്രി നമ്പർ 82 ഓക്കെ, അതുപോലെ തന്നെ 83, 84 ഓക്കെ. 82 എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഓക്കെ, ഇൻകം ടാക്സ് അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം ഓക്കെ. സോ അഗ്രികൾച്ചറൽ ഇൻകത്തിനൊഴികെയുള്ള ബാക്കിയുള്ള ഇൻകങ്ങൾക്കുള്ള ഇൻകം ടാക്സ്. അതുപോലെ തന്നെ 83-ൽ നമ്മുടെ കസ്റ്റംസ് ഓക്കെ, അതുപോലെ തന്നെ 84-ൽ എക്സൈസ് ഡ്യൂട്ടി ഓക്കെ. സോ ഇത്തരം ടാക്സുകൾ സെൻട്രൽ എക്സൈസ്, അപ്പോൾ ഇത്തരം ടാക്സുകൾ നമ്മുടെ രാജ്യത്ത് ലെവി ചെയ്യാനുള്ള അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർത്തു വെക്കാനൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള നിമോണിക്സുകളൊക്കെ നമുക്കുണ്ട്. ഐസ്ക്രീമിൻ്റെ നമുക്ക് ഐസൊക്കെ നമുക്ക് ഓർത്തു വെക്കുകയാണെങ്കിൽ ഐ എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് അല്ലേ. സോ ഐ എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സും, സി എന്ന് പറയുമ്പോൾ കസ്റ്റംസും, ഇ എന്ന് പറയുമ്പോൾ എക്സൈസും ഓക്കെ. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഐസ് നമുക്ക് ഓർത്തു വെക്കുകയാണെങ്കിൽ 82, 83, 84 ദാറ്റ് ഈസ് ഇൻകം ടാക്സ്, കസ്റ്റംസ്, എക്സൈസ് ഓക്കെ. അപ്പോൾ ഇത് MCQയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിസ്കഷൻ നമുക്ക് എക്സാമിന് ഒട്ടും ആവശ്യമില്ല എന്നല്ല പറയുന്നത്, ചില കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നതൊക്കെ തന്നെയാണ് ഓക്കെ. മാത്രമല്ല നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്കിതൊക്കെ മസ്റ്റാണ് ഓക്കെ. എനിവേ, അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ നമുക്ക് 3 എൻട്രീസിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 82, 83, 84 ഓൺലി പാർലമെന്റിന് മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അധികാരമുള്ളത്. നേരെ മറിച്ച് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൺലി സ്റ്റേറ്റ് ഗവൺമെന്റ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിയമസഭ അല്ലെ, സ്റ്റേറ്റ് അസംബ്ലി അവർക്ക് മാത്രം എന്ത് ചെയ്യുന്നത് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളെ കുറിച്ചാണ് എവിടെ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ ഓക്കെ. സോ സെൻട്രൽ ഗവൺമെന്റ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ഓക്കെ ആൽക്കഹോളിനോട് സെൻട്രൽ ഗവൺമെന്റിന് താല്പര്യമില്ല. സോ ഗാന്ധിജിക്കാണെങ്കിലും നെഹ്റുവിനൊക്കെ ആണെങ്കിലും അന്നേ തന്നെ മദ്യം ആൽക്കഹോളിന്റെ ടാക്സ് ആർക്ക് വേണ്ട? സെൻട്രൽ ഗവൺമെന്റിന് വേണ്ട എന്നാണ് ഓക്കെ. അപ്പോൾ നെഹ്റു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാക്സ് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് വരുമാനം നഷ്ടപ്പെടും. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിനോട് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ആൽക്കഹോൾ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ. അപ്പം ഗാന്ധിജി പറഞ്ഞത് നമുക്ക് ഈ മദ്യം എന്നുള്ള ആ ഒരു ഇത് വിറ്റിട്ട് കിട്ടുന്ന വരുമാനം നമുക്ക് വേണ്ട, വേണമെങ്കിൽ എന്ത് ചെയ്തോട്ടെ സ്റ്റേറ്റുകൾ ആ ഒരു ടാക്സ് എന്ത് ചെയ്തോട്ടെ എടുത്തോട്ടെ ഓക്കെ. അപ്പം അങ്ങനെ സ്റ്റേറ്റുകൾക്ക് അതിനുള്ള അധികാരം കൊടുക്കുകയും അന്ന് മുതൽ തന്നെ ഇന്ന് വരെ സ്റ്റേറ്റുകൾ തന്നെയാണ് ഓക്കെ. ഈവൻ GST സിസ്റ്റത്തിൽ വരെ ആൽക്കഹോൾ നമ്മൾ സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യുന്നത് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജിക്ക് ആ ഒരു ആൽക്കഹോളിന്റെ ടാക്സ് അന്ന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആൽക്കഹോളും എന്ത് ചെയ്യാത്തത് GST ചാർജ് ചെയ്യാത്തത് ഓക്കെ. അതുപോലെ തന്നെ ടാക്സ് ചാർജ് ചെയ്യാഞ്ഞത്. പകരം ആൽക്കഹോൾ ടാക്സ് ഫ്രീ ഒന്നുമല്ല, ആൽക്കഹോളിന് ടാക്സ് ഉണ്ട്, നല്ല രീതിയിൽ ടാക്സ് ഉണ്ട്. അത് ഏത് സിസ്റ്റത്തിൽ? സ്റ്റേറ്റുകളാണ് ചെയ്യുന്നത് ആൽക്കഹോളിന് GST ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ OPM പോലെയുള്ള സോ നാർക്കോട്ടിക് ഡ്രഗ്സ്, ചില സ്പെഷ്യൽ ആയിട്ടുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ് അണ്ടത് ലൈസൻസിങ് സിസ്റ്റത്തിലാണ്. സോ ഫാർമേഴ്സിന് അതൊക്കെ കൾട്ടിവേഷനൊക്കെ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ ലൈസൻസും മറ്റും ആവശ്യമാണ്. സോ പക്ഷെ എന്നാലും അതിൻ്റെയൊക്കെ ടാക്സേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിൻ്റെ കീഴിലാണ്? സ്റ്റേറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷനും അതുപോലെ തന്നെ ചില നാർക്കോട്ടിക് ഡ്രഗ്സ് OPM പോലുള്ള ഇതൊക്കെ സ്റ്റേറ്റിന്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്തല്ല നമുക്കറിയാം ലാൻഡ് ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരാറുണ്ട്? സ്റ്റാമ്പ് ഡ്യൂട്ടി ടാക്സ് എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട് അല്ലേ. അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലും നമുക്ക് ടാക്സുകൾ വരുന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് കൺകറന്റ് ലിസ്റ്റ് ദാറ്റ് ഈസ് ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റിൽ ദാറ്റ് ഈസ് ബോത്ത് സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ഇവിടെ ഓൺലി സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം അധികാരമുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നേരെ മറിച്ച് ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അല്ലെ. ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടു പേർക്കും ഒരു ടാക്സേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അധികാരം കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ പിടിവലി ഉണ്ടായിരിക്കും ഓക്കെ. സെൻട്രൽ ഗവൺമെന്റ് പറയും ഞങ്ങൾക്ക് അത് വേണം, അതിന്റെ ടാക്സ് ഞങ്ങൾക്ക് വേണം. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയും അതിന്റെ ടാക്സ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു ഇടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ ഇവർ തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കൺകറന്റ് ലിസ്റ്റിൽ ഒരു ടാക്സും എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ. സോ നമുക്ക് ഇവിടുത്തെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഡിഫൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ലൈക്ക് നമ്മുടെ രാജ്യത്ത് എഡ്യൂക്കേഷൻ
എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ CBSE സ്കൂളുകളിൽ പഠിക്കാം, സ്റ്റേറ്റ് സിലബസ് പഠിക്കാം. അപ്പോൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ പോലീസുകളുണ്ട്, അപ്പോൾ അതിൻ്റെ സെൻട്രൽ ലെവൽ മിലിറ്ററി പട്ടാളം ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഡിഫൻസ് എഡ്യൂക്കേഷൻ പോലെയുള്ള മാറ്റേഴ്സാണ് നമ്മൾ പ്രധാനമായിട്ടും കൺകറന്റ് ലിസ്റ്റിൽ നിന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ടാക്സേഷനെ കുറിച്ച് അധികം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ടാക്സ് നമ്മളവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു ബേസിക് ഒരു ഐഡിയ കിട്ടി. എന്താണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 265 പറയുന്നുണ്ട് നോ ടാക്സ് ഷാൾ ബി ലെവിഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. നിയമമില്ലാതെ നമുക്ക് ടാക്സ് പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിയമം ഉണ്ടാക്കാനുള്ള പവറിലോട്ട് നോക്കിയപ്പോൾ 246 ആർട്ടിക്കിൾ 246 നിയമം ഉണ്ടാക്കാനുള്ള പവർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു പവറിൻ്റെ അകത്ത് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 അപ്പോൾ തന്നെ ലിസ്റ്റ് 3 നമുക്ക് GST എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ടാക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം ലോ ആണ് അല്ലേ. അപ്പോൾ അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 2/3 മെജോറിറ്റി, ഓക്കെ, നമ്മുടെ രാജ്യത്തിലെ ലോക്സഭ രാജ്യസഭയിലൊക്കെ ഒരു പാർട്ടി ഇപ്പോൾ എലക്ഷൻ ത്രൂ ആണ് നമ്മൾ ജനാധിപത്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ല 2/3 മെജോറിറ്റി പാർലമെന്റിൽ കൂടാതെ നമ്മൾ എന്തും കൂടെ വേണം, നമ്മളുടെ മോർ ദാൻ 50%, 50% കൂടുതൽ സംസ്ഥാനങ്ങളുടെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ 2004 GST വിജയ് കേൽക്കർ 16 ജൂലൈ 2004 GST വേണമെന്നുള്ള റെക്കമെൻഡേഷൻ ചെയ്തെങ്കിലും ഒരു പാർട്ടിക്കും അന്ന് ഇലക്ഷന് ജയിച്ച NDAക്കൊന്നും ഒരു മെജോറിറ്റി, ദാറ്റ് ഈസ് 2/3 മെജോറിറ്റി സ്വന്തമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ പല പാർട്ടികളുടെ കൂടെ നിന്ന് ലെസ് ദാൻ 2/3 50% മുകളിൽ ഉണ്ടായിരുന്നു, സിമ്പിൾ മെജോറിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2/3 മുകളിൽ മെജോറിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ സിസ്റ്റം, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, BJP എതിർക്കുക, BJP പറയുന്ന കാര്യങ്ങൾ നോർമലി ആരും എതിർക്കും, കോൺഗ്രസും എതിർക്കും. അപ്പോൾ ഒരു നല്ല കാര്യം നമ്മുടെ രാജ്യത്ത് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റാറില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇതിലൂടെയാണ് നമ്മൾ പോയിരുന്നത് അല്ലേ. അപ്പോൾ 2004 നമ്മൾ GST ഇംപ്ലിമെന്റേഷനെ കുറിച്ച് പറഞ്ഞെങ്കിലും നമുക്കത് നടപ്പിലാക്കാൻ പറ്റിയില്ല വാജ്പേയി ഗവൺമെന്റിന്. പക്ഷെ അതിൻ്റെ ഒരു റിഫ്ലക്ഷനൊക്കെ ആയിക്കൊണ്ട് തന്നെ 2005 സ്റ്റേറ്റുകളിൽ ആദ്യം സെൻട്രൽ ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പ് തന്നെ സ്റ്റേറ്റുകളിൽ ഏകദേശം 21ഓളം സ്റ്റേറ്റുകളിൽ 2005 നമ്മൾ വാല്യൂ ആഡഡ് ടാക്സ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു ഒരു GST. കാരണം സെൻട്രൽ ഗവൺമെന്റ് അല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, GST തന്നെ ആയിട്ടുള്ള VAT എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏകദേശം 21ഓളം സ്റ്റേറ്റുകൾ 2005 തന്നെ VAT നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, വാറ്റിലോട്ട് ഇതിന് സ്റ്റേറ്റ് ലെവലിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ആർട്ടിക്കിൾ 265 പറഞ്ഞു, ഓക്കെ, ആർട്ടിക്കിൾ 246 അതിൻ്റെ ലിസ്റ്റുകൾ പറഞ്ഞു. ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 2/3 മെജോറിറ്റി വേണം. അതുപോലെ തന്നെ മോർ ദാൻ 50% സ്റ്റേറ്റുകളുടെ സമ്മതം വേണം. അപ്പോൾ അതുകൊണ്ട് GST കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ആർട്ടിക്കിൾ 246 പവർ നമുക്ക് GST എന്നുള്ള ടാക്സിനുള്ള പവർ ഉണ്ടായിരുന്നില്ല. സോ അവിടെയാണ് നമ്മൾ GSTയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റിൻ്റെ ആവശ്യം വന്നത്. സോ 2004 റെക്കമെൻഡേഷൻ കിട്ടിയെങ്കിൽ അന്ന് ഒരു പാർട്ടിക്കും എന്തുണ്ടായില്ല, BJP ഗവൺമെൻറ്റിന് 2/3 മെജോറിറ്റി ലോക്സഭയിലും രാജ്യസഭയിലും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ 2005 നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ 21ഓളം സംസ്ഥാനങ്ങളിൽ VAT നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പതുക്കെ പോയിക്കുമ്പോൾ 2010 കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് GST ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരുന്നത് 2010 ഫസ്റ്റ് GST റെക്കമെൻഡേഷൻ, ഓക്കെ, ഫസ്റ്റ് റെക്കമെൻഡേഷനിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് 2010 തന്നെ നമ്മളുടെ പ്രണബ് മുഖർജി കോൺഗ്രസ് ഗവൺമെൻറ് ഉള്ള സമയത്ത് അവർ അനൗൺസ് ചെയ്തിരുന്നു 2010 ഏപ്രിൽ 1 ഞങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, GST ഇംപ്ലിമെന്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. അഗെയിൻ അന്നും കോൺഗ്രസ് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ തന്നെ 2/3 മെജോറിറ്റി എന്നില്ല ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ അന്നും ഇംപ്ലിമെന്റേഷൻ സാധിച്ചില്ല.
ഓക്കെ. പിന്നീട് അടുത്ത ഇലക്ഷനായിട്ട് 2014 ഇലക്ഷനിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ NDA ഗവൺമെന്റ് ഈ പറഞ്ഞ 2/3 മെജോറിറ്റിയോട് കൂടിയിട്ട് അല്ലെ 543 സീറ്റുള്ള നമ്മുടെ ലോക്സഭയിൽ 2/3 മെജോറിറ്റിയോട് കൂടിയിട്ട് 2014 ഇലക്ഷനിൽ നരേന്ദ്രമോദിയുടെ കീഴിൽ നമ്മളെ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഒരു ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒരു മാസീവ് വിൻ ഉണ്ടായിട്ട് 2014 2/3 മെജോറിറ്റിയുമായിട്ട് ആര് വരുന്നത്, NDA ഗവൺമെന്റ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് അവർക്ക് 2/3 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഒരു ചാൻസ് തന്നെ കിട്ടിയത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അന്നത്തെ ഗവൺമെന്റ് 122ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല്, കാരണം ഒരു ആക്ട് പാസ്സാവുന്നതിന് മുമ്പായിട്ട് ഒരു ബില്ല് നമ്മൾ എന്ത് ചെയ്യണം, അവതരിപ്പിക്കണം. അപ്പോൾ ഗവൺമെന്റ് 122ാമത്തെ അമെന്റ്മെന്റ് ബില്ല് എന്തായത് നമ്മളെ പാർലമെന്റിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ പതുക്കെ അത്ര സ്പീഡ് ഒറ്റടിക്ക് 1-2 ദിവസങ്ങൾ കൊണ്ടൊന്നല്ല 2014 ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം 2015 മെയ് മാസത്തിലാണ്. ഓക്കെ, മെയ് 6-ാം തീയതിയാണ് നമ്മൾ 2015 മെയ് 6-ാം തീയതിയാണ് ലോക്സഭയിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഇത് പാസ്സാവുന്നത്, ബില്ല് പാസ്സാവുന്നത്. കാരണം ആ ബില്ലിൽ നമ്മൾ GST ലോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് 200 സെക്ഷൻസ് ആയിരുന്നു. ഓക്കെ, 2014 ഇലക്ഷൻ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിനൊക്കെ ശേഷം, ഓക്കെ, ഏകദേശം 2014 മെയ്യിലൊക്കെ എന്താ പറയുക ഇലക്ഷൻ റിസൾട്ട് വന്ന് നമ്മൾ 2015 മെയ് 6-ാം തീയതി, ഓക്കെ, മെയ് 6-ാം തീയതിയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, ലോക്സഭയിൽ ഇത് പാസ്സായത്. പക്ഷെ ഈ ലോക്സഭയിൽ ഇത് പാസ്സാവുന്ന സമയത്ത് ഓക്കെ നമുക്ക് 2/3 മെജോറിറ്റി ലോക്സഭയിൽ ഉണ്ടായിരുന്നത് പാസ്സായിരുന്നു. പക്ഷെ അന്ന് 200 സെക്ഷൻസ് ആണ് നമ്മൾ GST ലോയിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് 200 സെക്ഷൻസ് ആണ്. ആ 200 സെക്ഷൻസും ലോക്സഭ എന്ത് ചെയ്തു, അപ്രൂവ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 2015 നിന്ന് കുറച്ച് ടൈം എടുത്തു, 2016 ഓഗസ്റ്റ് 3-ാം തീയതി വരെ ഏകദേശം 1 ഇയറിന് മുകളിൽ എടുത്തു. ബിക്കോസ് രാജ്യസഭ എന്ന് പറയുന്നത് ലോക്സഭാ സിസ്റ്റം പോലെയല്ല രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പൊ രാജ്യസഭയിലും 2/3 മെജോറിറ്റി ഇതിന്റെ ഒരു അപ്രൂവൽ കിട്ടാനായിട്ട് അത്ര എളുപ്പമായിരുന്നില്ല. സോ 2015 മെയ് 6-ാം തീയതി അപ്രൂവൽ, ലോക്സഭയിൽ അപ്രൂവൽ കിട്ടിയ ഒരു ബില്ലിന് പിന്നീട് രാജ്യസഭ അപ്രൂവൽ കിട്ടാനായിട്ട് 2016 ഓഗസ്റ്റ് 3-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ 2016 ഓഗസ്റ്റ് 3-ന് ഈ 200 സെക്ഷൻസിന്റെ അകത്ത്, ഈ 200 സെക്ഷൻസ് ഉള്ള GST ലോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 174 സെക്ഷൻസിന് മാത്രമേ നമ്മൾ രാജ്യസഭ അപ്രൂവൽ കൊടുത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ 200ന്റെ അകത്തുള്ള 174 സെക്ഷൻസിന് അപ്രൂവൽ കൊടുത്തെങ്കിലും 26ഓളം സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് കുറച്ച് മാറ്റണം, ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്ത പ്രൊവിഷൻസ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭ അപ്രൂവ് ചെയ്തത് 200 സെക്ഷൻസ് ആണ്, രാജ്യസഭ അപ്രൂവ് ചെയ്ത് 174 ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പൊ ഇനിയിപ്പോ സുഖമായില്ല, കാരണം 200ന്റെ അകത്തുള്ള 174 സെക്ഷൻസ് അല്ലേ ആര് രാജ്യസഭ പാസ്സാക്കിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ലോക്സഭയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്സാക്കുന്നത് കോമൺ ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആയിരിക്കണം. അപ്പൊ ആക്ച്വലി പറയുകയാണെങ്കിൽ 200 എണ്ണം ലോക്സഭ അപ്രൂവ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തുള്ള 174 എണ്ണം തന്നെയാണ് രാജ്യസഭ. മനസ്സിലായോ? പക്ഷെ അങ്ങനെ പറ്റില്ല. കാരണം വീണ്ടും ഈ 174 സെക്ഷൻസ് ഒരു കോമൺ അപ്രൂവൽ കിട്ടാൻ വേണ്ടി വീണ്ടും നമ്മൾ എവിടേക്ക് പോകേണ്ടി വരും, ലോക്സഭയിലോട്ട് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ആഗസ്റ്റ് 3-ാം തീയതി നമ്മുടെ രാജ്യത്ത് ലോക്സഭ അപ്രൂവൽ കിട്ടിയ ഈ പ്രൊവിഷൻസ് വീണ്ടും 5 ദിവസം കൊണ്ട് ആഗസ്റ്റ് 8-ാം തീയതി കൂടി ലോക്സഭ കണ്ണടച്ച് വായിച്ചു നോക്കാതെ തന്നെ എന്ത് ചെയ്തു, ലോക്സഭ അപ്രൂവൽ എന്ത് ചെയ്തു വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ. ഓക്കെ. അപ്പൊ ആഗസ്റ്റ് 3-ൻ്റെത് ആഗസ്റ്റ് 8 2016 എന്ത് ചെയ്തു, ലോക്സഭ അപ്രൂവൽ കിട്ടി. അപ്പൊ 174 സെക്ഷൻസിന് ഒരു കോമൺ അപ്രൂവൽ കിട്ടിയല്ലോ. ഓക്കെ. എന്ന് ആഗസ്റ്റ് 8-ാം തീയതി 2016. ഓക്കെ. ഇതിന് കൂടാതെ അത് പിന്നീട് സെപ്റ്റംബർ 1-ാം തീയതി 2016 സെപ്റ്റംബർ 1-ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർ ദാൻ 50% സ്റ്റേറ്റിന്റെ അപ്രൂവൽ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ഈ ഒരു ഇതിന് അമെന്റ്മെന്റിന് എന്ത് കൊടുത്തത്, സമ്മതം കൊടുത്തത്. അങ്ങനെ സെപ്റ്റംബർ 1-ാം തീയതി മോർ ദാൻ 50% സ്റ്റേറ്റുകളുടെ സമ്മതത്തോട് കൂടിയിട്ട് GSTയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ട സ്റ്റെപ്പുകളുടെ ഏതൊക്കെ സ്റ്റെപ്പുകൾ, 2/3 മെജോറിറ്റിയും ദെൻ മോർ ദാൻ 50% ഓഫ് ദി സ്റ്റേറ്റുകളുടെ അപ്രൂവൽ നമുക്ക് ലഭിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ 2 മെയിൻ കാര്യങ്ങളായിട്ടുള്ള 2/3 മെജോറിറ്റി ഇൻ പാർലമെന്റും അതുപോലെ തന്നെ മോർ ദാൻ 50% അപ്രൂവൽ നമുക്ക് 2016 സെപ്റ്റംബർ 1-ാം തീയതിയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. പിന്നീട് നമുക്ക് ഓൺലി പെൻഡിങ് ആയിട്ടുള്ളത് ആരുടെ, നമ്മളുടെ പ്രസിഡന്റിന്റെ സമ്മതം ആയിരുന്നു അല്ലെ. സോ 2016 തന്നെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് 2016 സെപ്റ്റംബർ 1 കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം 2016 സെപ്റ്റംബർ 8-ഓട് കൂടിയിട്ട് നമ്മുടെ പ്രസിഡന്റിന്റെ സമ്മതം കിട്ടാണ് GSTക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട്. അങ്ങനെയാണ്
2014 122ാമത്തെ അമെൻമെന്റ് ബില്ലായിട്ട് കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് അതിനിടയിൽ വന്ന പല ബില്ലുകളൊക്കെ റിജക്ട് ചെയ്ത് പോയിട്ട് പിന്നെ ബില്ലുകൾ ആക്റ്റായി മാറിയപ്പോൾ 2016 സെപ്റ്റംബർ 8 കോൺസ്റ്റിറ്റ്യൂഷൻ 101st അമെൻമെന്റ് ആക്റ്റായിട്ട് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്ത് പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ 2016 സെപ്റ്റംബർ 8 പ്രസിഡന്റിന്റെ എന്ത് കിട്ടിയത്, സമ്മതം കിട്ടിയത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. അതാണ് GST കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ലോ. ഓക്കെ, സോ അപ്പോൾ 240 അതിന് വേണ്ടി നമ്മൾ ആർട്ടിക്കിൾ 246 എന്നുള്ള ഒരു പുതിയ ആർട്ടിക്കിൾ ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടാണ് അമെൻമെന്റ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ GST കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ എന്ത് ചെയ്തു, ആദ്യം കൊണ്ടുവന്നു. അത് സെപ്റ്റംബർ 8 നമുക്ക് കിട്ടിയത്. അതിനുശേഷം GST ലോസ് നമ്മൾ പാസ്സാക്കണം അല്ലെ. സോ സാധാരണ ലോക്സഭ രാജ്യസഭ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് GST ലോകൾ നമ്മൾ എന്ത് ചെയ്യണം, പാസ്സാക്കണം. ലൈക്ക് സെൻട്രൽ ഗവൺമെന്റ്, ഇപ്പം നമുക്ക് GSTനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും അറിയുന്നവർക്ക് അറിയാം, ഏതൊരു ട്രാൻസാക്ഷൻസും GSTയിൽ 2 ഗവൺമെന്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാക്സ് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻട്രൽ GST ആക്ടുകൾ നിയമങ്ങൾ വേണം അല്ലെ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഒരു സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെൻട്രൽ GST ബില്ലും, ദറ്റ് ഈസ് ആക്ടിന് മുമ്പ് നമ്മൾ പാർലമെന്റിൽ തന്നെ ബില്ല് എന്നാണ് പറയാം, പിന്നീടാണ് അത് പ്രസിഡന്റ് സമ്മതത്തോടെ ആക്ടായി മാറുന്നത്. അപ്പോൾ അതിന്റെ കുറിച്ച് നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ബേസിക് ആയിട്ട് അറിയാനായിട്ട് 2017 മാർച്ച് 27 സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഒരു CGST ബില്ലും അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈകൾക്ക് വേണ്ടിയിട്ട് ഒരു IGST ബില്ലും ദെൻ GST വന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും സ്റ്റേറ്റുകൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ കോമ്പൻസേഷൻ നികത്താൻ വേണ്ടി, നഷ്ടങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. കാരണം CST അഥവാ സെൻട്രൽ സെയിൽസ് ടാക്സ് നോർമലി ഒറിജിനേറ്റിംഗ് സ്റ്റേറ്റിലാണ് കളക്ട് ചെയ്തിരുന്നത് അല്ലെ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് വരുന്നുണ്ട്. സോ പക്ഷെ എന്നാലും ആദ്യം ഒന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, സെൻട്രൽ സെയിൽസ് ടാക്സ് ഒറിജിനേറ്റിംഗ് സ്റ്റേറ്റിലാണ് കളക്ട് ചെയ്തിരുന്നത്. GST വരുമ്പോൾ GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസെപ്ഷൻ ടാക്സ് ആയതുകൊണ്ട് GST ഇംപ്ലിമെന്റേഷനിൽ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് CSTയിൽ നഷ്ടം ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ആ CSTയുടെ നമ്മൾ അബോളിഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ CST നിർത്തലാക്കിയത് കൊണ്ട് സ്റ്റേറ്റുകൾക്ക് ഉണ്ടാവുന്ന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്, അതിനൊരു ഒരു സെപ്പറേറ്റ് ടാക്സ് കളക്ട് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു ബില്ലും കൊണ്ടുവന്നു. ഇനി സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്ന ചില സ്ഥലങ്ങളായിട്ടുള്ള യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയും അല്ലെ, യൂണിയൻ ടെറിട്ടറി, അവിടേക്കും നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് ഒരു GST കൊണ്ടുവരാൻ അവിടെയും ഒരു ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ പ്രധാനമായിട്ടും CGST അതുപോലെ തന്നെ IGST ഇന്റർ സ്റ്റേറ്റ് സപ്ലൈകൾക്ക് ഇന്റഗ്രേറ്റഡ് GST, ഓക്കെ, അതാണ് IGST. ദെൻ സെൻട്രൽ GST, അതുപോലെ തന്നെ നമ്മുടെ GST കോമ്പൻസേഷൻ സെസ്, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികൾക്ക് വേണ്ടിയിട്ട് UTGST അഥവാ യൂണിയൻ ടെറിട്ടറി GST. സോ ഇങ്ങനെ 4 ബില്ലുകൾ 2017 മാർച്ച് 27 നമ്മൾ എന്ത് ചെയ്തു, പാർലമെന്റിൽ നമ്മൾ ലോക്സഭയിൽ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. പിന്നീട് 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 2017 മാർച്ച് 29 കൂടി തന്നെ ലോക്സഭകൾ എന്ത് ചെയ്തു, ആ ഒരു ബില്ല് എന്ത് ചെയ്തു, പാസ്സാക്കി. ഓക്കെ, സോ ആ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ആ ബില്ല് എന്ത് ചെയ്തു, പാസ്സാക്കി. പിന്നീട് 2017 തന്നെ ഏപ്രിൽ 12 അപ്പോൾ മാർച്ച് 27 ബില്ല് അവതരിപ്പിച്ച് വളരെ നിസ്സാര 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ബില്ല് അപ്രൂവൽ ലോക്സഭയിൽ നടന്നിരുന്നു. പിന്നീട് 2017 നമ്മുടെ ഏപ്രിൽ 12 പ്രസിഡന്റിന്റെ സമ്മതം കിട്ടിയിട്ട്, ഓക്കെ, സോ ഈ നിയമങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ CGST, IGST, UTGST അതുപോലെ തന്നെയുള്ള കോമ്പൻസേഷൻ സെസ് പോലെ സെൻട്രൽ ഗവൺമെന്റ് നേതൃത്വത്തിൽ വരുന്ന ലോകൾക്ക് പ്രസിഡന്റ് സമ്മതം കിട്ടിയതോട് കൂടിയിട്ട് ഏപ്രിൽ 12 സമ്മതം കിട്ടി. 2017 ജൂലൈ 1 എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫൈഡ് ഡേറ്റിൽ നമ്മുടെ രാജ്യത്ത് എന്ത് ഇംപ്ലിമെന്റ് ചെയ്തു, GST ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആക്ടിൽ എവിടെയെങ്കിലും ഇനി മുതൽ നമ്മൾ എന്ത് പഠിക്കുമ്പോൾ നോട്ടിഫൈഡ് ഡേറ്റ് എന്ന് പഠിക്കുമ്പോൾ ആ നോട്ടിഫൈഡ് ഡേറ്റ് മീൻസ് ജൂലൈ 1 2017 ജൂലൈ 1. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി, ഓക്കെ, സോ ഇങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി നമ്മൾ പല സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ടാണ് 2017 ജൂലൈ 1 നമ്മുടെ രാജ്യത്ത് എന്ത് ഇംപ്ലിമെന്റ് ചെയ്തത്, GST ഇംപ്ലിമെന്റ് ചെയ്തത്. സോ ആ ഒരു 2017 ജൂലൈ 1 മുമ്പ് 2016 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന് ശേഷം 2024 ഏകദേശം 62ഓളം വർഷങ്ങൾക്ക് ഇടയിലായിട്ട്, ഓക്കെ, സോ
സോറി നമ്മളുടെ 62 വർഷം എന്ന് വെച്ചാൽ നമ്മൾ GST തുടങ്ങിയിട്ട് 1954 ഫ്രാൻസിൽ 1954 ഫ്രാൻസിൽ GST തുടങ്ങിയിട്ട് 2016 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരുന്ന ആ ഒരു 62 വർഷത്തിനിടയ്ക്ക് ഏകദേശം 160ഓളം രാജ്യങ്ങളിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, GST സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2000 ഓസ്ട്രേലിയയിലും 2015 മലേഷ്യയിലൊക്കെ GST സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യ 2017 GST സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ 160ഓളം രാജ്യങ്ങളിൽ GST ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ GSTയിലോ പല സ്റ്റേറ്റുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കോപ്പി പേസ്റ്റ് ആണ്. ലൈക്ക് ഇപ്പോൾ ഈവൻ നമ്മളെ പല ഡെഫിനിഷൻസ് വരെ ലൈക്ക് സപ്ലൈ എന്ന് പറയുന്ന GSTയുടെ മെയിൻ വേർഡ് ആയിട്ടുള്ള സപ്ലൈ ആ സെക്ഷൻ 7 സപ്ലൈ അതടക്കം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളത് മലേഷ്യൻ GSTയിൽ നിന്നൊക്കെയാണ്. മലേഷ്യയിലാണ് 2015 GST സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2000 ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അങ്ങനെ പല രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ യുഎസിൽ എന്തില്ല, GST ഇല്ല. പഴയ സെയിൽസ് ടാക്സ് സിസ്റ്റം തന്നെയാണ് US ഫോളോ ചെയ്യുന്നത്. പക്ഷേ അറ്റ് പ്രസന്റ് നമ്മുടെ 1954 GST ഫ്രാൻസിൽ സ്റ്റാർട്ട് ചെയ്ത് 2016 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നടക്കുന്ന ആ ഒരു 62 വർഷത്തിനിടയിൽ തന്നെ ഏകദേശം 160ഓളം രാജ്യങ്ങൾ എന്ത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, GST അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെ രാജ്യവും 2017 ജൂലൈ 1 തീയതി എന്ത് ചെയ്തു, GST അഡോപ്റ്റ് ചെയ്തു. ദെൻ ജൂലൈ 1 നമ്മൾ അറിയപ്പെടുന്നതാണ് നോട്ടിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് GST എന്ന കഥകളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. 1954 ഫ്രാൻസിൽ തുടങ്ങിയിട്ട് നമ്മൾ 1956 CSTയിൽ നിന്ന് തുടങ്ങിയിട്ട് 1986 നമ്മൾ മോഡ് വാറ്റ് കൊണ്ടുവന്നു അല്ലേ. അതിനിടയിൽ 1973 LK-JA കമ്മിറ്റി നമ്മളുടെ ടാക്സ് റിഫോംസ് റെക്കമെൻഡ് ചെയ്തിരുന്നു. പിന്നെ 1986 മോഡ് വാറ്റ് കൊണ്ടുവന്നു. ദെൻ മോഡ് വാറ്റ് 2000 നമുക്ക് എന്തായാലും സെൻവാറ്റ് ആയിട്ട് മാറി അല്ലേ. ദെൻ 2004 16th ജൂലൈ ദാറ്റ് ഈസ് ഡേറ്റ് ഓർത്തുക 16th ജൂലൈ 2004 BJP ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത്, വാജ്പേയി ഭരിക്കുന്ന സമയത്ത് വിജയ് കേൾക്കർ കമ്മിറ്റി എന്തുകൊണ്ട് വന്നു, ദാറ്റ് ഈസ് GST റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. പക്ഷേ 2/3 മെജോറിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റേറ്റ് ലെവൽ 2005 സ്റ്റേറ്റ് ലെവലിൽ വാറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ 2010 ഏപ്രിൽ 1 പ്രണബ് മുഖർജി പറഞ്ഞു നമ്മുടെ രാജ്യത്ത് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യും, GST ഇംപ്ലിമെന്റ്. അഗെയിൻ 2/3 മെജോറിറ്റി ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റില്ല. ദെൻ 2014 BJP ഗവൺമെന്റ് മാസീവ് വിന്നോട് കൂടിയിട്ട് BJP ഗവൺമെന്റ് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വേണ്ടി തയ്യാറെടുത്തു. സോ 2/3 മെജോറിറ്റിയും അതുപോലെ തന്നെ 50% സ്റ്റേറ്റിന് വേണ്ടി 2014 122ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാസ്സാക്കി. ദെൻ 2015 മെയ് 6 200 സെക്ഷൻസിന് അപ്രൂവൽ ആര് കൊടുത്തു, ലോക്സഭ കൊടുത്തിട്ട്. പിന്നീട് 2016 ആഗസ്റ്റ് 3 നമ്മുടെ രാജ്യസഭ 174 സെക്ഷൻസ് അപ്രൂവ് ചെയ്യുകയും 26 റിജക്ട് ചെയ്തപ്പോൾ ഒരു കോമൺ അപ്രൂവലിന് വേണ്ടി ജസ്റ്റ് ഒരു 5 ഡേയ്സിനുള്ളിൽ ആഗസ്റ്റ് 8 2016 വീണ്ടും നമ്മൾ ലോക്സഭ ഇതിന് അപ്രൂവൽ കൊടുക്കുകയും അതിനുശേഷം നമ്മൾ സെപ്റ്റംബർ 1 കൂടി 2016 സെപ്റ്റംബർ 1 മോർ ദാൻ 50% സമ്മതം കിട്ടുകയും സെപ്റ്റംബർ 8 നമ്മളുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് സൈൻ ചെയ്യുകയും ചെയ്തതോട് കൂടിയിട്ട് സെപ്റ്റംബർ 8 2016 101st അമെൻമെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് പാസ്സായി. ഓക്കെ അല്ലേ. ദെൻ അതിനുശേഷമാണ് GSTക്ക് വേണ്ടിയിട്ടുള്ള ലോ. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 246 ആർട്ടിക്കിൾ 246A എന്ന് പറയുന്ന ഒരു പുതിയ ആർട്ടിക്കിൾ ഇൻസെർട്ട് ചെയ്തുകൊണ്ട് GST ചാർജ് ചെയ്യാനുള്ള ഒരു പവർ ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് GST ചാർജ് ചെയ്യാനുള്ള ഒരു അധികാരം നമ്മൾ 246 നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, 246A നമ്മൾ കൊണ്ടുവന്നു. ദെൻ 2017 മാർച്ച് 27 സെൻട്രൽ ഗവൺമെന്റ് GST ലോകൾക്കുള്ള അഥവാ CGST, IGST, SGST, UTGST നിയമങ്ങൾക്കുള്ള ബില്ല് കൊണ്ടുവരികയും 2017 മാർച്ച് 29 തന്നെ അത് ലോക്സഭ പാസ്സാക്കുകയും പിന്നീട് ഏപ്രിൽ 12 നമ്മളെ പ്രസിഡന്റ് സമ്മതം കിട്ടിയതോട് കൂടിയിട്ട് ദെൻ ബാക്കിയുള്ള സ്റ്റേറ്റുകളെല്ലാവരും അവരുടെ മോഡൽ GST ലോകളൊക്കെ 2017 ജൂൺ 30 കംപ്ലീറ്റ് ആവുകയും എക്സെപ്റ്റ് ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും 2017 ജൂൺ 30
GST ലോഞ്ചിങ്ങിന് വേണ്ടി റെഡിയാവുകയും അങ്ങനെ 2017 ജൂലൈ 1 ഓക്കെ നമ്മുടെ രാജ്യത്ത് ദറ്റ് ഈസ് ആ നോട്ടിഫൈഡ് ഡേറ്റിലാണ് നമ്മുടെ രാജ്യത്ത് എന്ത് സ്റ്റാർട്ട് ചെയ്തത് GST ലോഞ്ചിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു ജൂലൈ 1 ഇതുപോലെയുള്ള 2017 ജൂലൈ 1 നമ്മളെ ഈ ഒരു രാജ്യത്ത് നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്തത് GST ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബിഹൈൻഡ് GSTയുടെ മുന്നിലൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് വരുന്ന ഡിസ്കഷൻസിലൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. എക്സാം ഓറിയൻറ്റഡ് ആണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എക്സാമിനൊന്നും ആവശ്യമില്ലെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റു ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ നോട്ടുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും കാര്യങ്ങൾ. then അതൊന്ന് വായിച്ചു നോക്കാം, മനസ്സിലാക്കാം. ഓക്കെ, സോ അപ്പോൾ അഗെയിൻ ഹാപ്പി GST ഡേ ടു ഓൾ. നമുക്ക് ബാക്കി ടോപ്പിക്കുകൾ അടുത്തടുത്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.